ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് BSc. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്റർ. അതിൽ നമ്മൾ ഫസ്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ ഉത്തരപർവ്വത മേഖലയാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉത്തരപർവ്വത മേഖലനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയായിരുന്നു? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ അല്ലേ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അതിനുശേഷം നമ്മൾ ഹിമാലയത്തിൻ്റെ പ്രാദേശിക പ്രദേശങ്ങളെ നമ്മൾ തരംതിരിച്ചു. മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം അല്ലേ? അതിൽ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ നമ്മൾ കാശ്മീർ പറഞ്ഞു, അതിനുശേഷം നമ്മൾ എന്താണ് ഹിമാചൽ പ്രദേശ് പറഞ്ഞു, അതിനുശേഷം ഉത്തരാഖണ്ഡ് പറഞ്ഞു അല്ലേ? ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ? അതായത് ഒരു ചാപ്റ്ററാണ്, ആ ചാപ്റ്റർ ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മളത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയാണ് ചെയ്യുന്നത്, പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ അല്ലേ? ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയാലല്ലേ നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. മാപ്പൊക്കെ കാണിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിനി പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? ഇനി നമുക്ക് പറയാനുള്ള അടുത്ത പാർട്ടാണ് മധ്യ ഹിമാലയം അല്ലേ? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി നമ്മൾ നടുക്കോട്ട് വന്നു. ഇനി നമുക്ക് പറയാനുള്ളത് മധ്യ ഹിമാലയമാണ്. അപ്പം പാർട്ട് 1 അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നവർ അത് കണ്ടതിന് ശേഷം കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മധ്യ ഹിമാലയം. ഓക്കെ, കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. എവിടെ മുതൽ എവിടം വരെയാണ്? കാളി നദി മുതൽ ടീസ്റ്റ വരെ. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അല്ലേ? അപ്പം നേപ്പാളിലുള്ള ഒരു നദിയാണല്ലേ കാളി. സിന്ധുവിൻ്റെ ഒരു നദിയാണ്. ഓക്കെ, നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന് പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. അതായത് മധ്യ ഹിമാലയത്തിൽ എന്തൊക്കെയാണ്? സിക്കിമിൻ്റെ പടിഞ്ഞാറൻ ഭാഗവും പിന്നെ ഡാർജിലിംഗ് പ്രദേശങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. നമുക്കറിയാം അല്ലേ? PYQ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അല്ലേ? കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ പർവ്വതവും അതോടൊപ്പം ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും എവിടെയാണ് അല്ലേ? ഇന്ത്യയുടെ ചൈനയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് നാഥുല ചുരം. ഓക്കെ, അപ്പോൾ അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. ഓക്കെ, കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. നമുക്കറിയാലോ, ആസാം മേഖലയിലൊക്കെ നല്ലോണം തേയില ഉണ്ടല്ലേ? ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിലേറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറഞ്ഞാൽ മധ്യ ഹിമാലയം നമുക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ, വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അടുത്താണ് കിഴക്കൻ ഹിമാലയം. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഏതിൻ്റെ ഇതിൽ പെടുന്നു അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു, ഹിമാലയ പ്രദേശങ്ങളാണ് നമ്മളിങ്ങനെ തിരിച്ചേക്കുന്നത്. മധ്യ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റാണ് കിഴക്കൻ ഹിമാലയം അല്ലെ? ഏറ്റവും റൈറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ ലെഫ്റ്റായ പടിഞ്ഞാറൻ പറഞ്ഞു, അതായത് നടുക്കുള്ള മധ്യ ഹിമാലയം പറഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്നതാണ് ഏതാണ്? അസം ഹിമാലയം എന്ന്. ഓക്കെ, ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംച ബർവ. ചോദിച്ചിട്ടുണ്ട് നംച ബർവ കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കിഴക്കൻ ഹിമാലയത്തിലാണ്, ഏറ്റവും റൈറ്റ് സൈഡിലാണ് കേട്ടോ. 7756 മീറ്ററാണ് നംച ബർവയുടെ ഉയരം എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കിഴക്കൻ ഹിമാലയം. നംച ബർവയുടെ ഉയരമാണ് ഇതെന്ന് പറയുന്നത് 7756 മീറ്റർ. ബ്രഹ്മപുത്ര, കാമങ്ങ, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. കിഴക്കൻ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡിംല, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫ് തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ്. PYQ ആണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ഏത് ചുരമാണ്? ലാസയാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോഡിംല ചുരം കേട്ടോ. ചുരത്തിന് പേര് ബോഡിംല എന്നാണ്, മാറിപ്പോയെ. ചുരത്തിൻ്റെ പേരാണ് ബോഡിംല. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെന്നോ അല്ലെങ്കിൽ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന, രണ്ടും ചോദിക്കാറുണ്ട്.
അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാലും അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാലും ഏതാണ്? ബോഡിംല ചുരം. മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ്. മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ്. ഓക്കെ, അടുത്തതാണ് പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകളാണ് അറിയപ്പെടുന്നത്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നിനാണ് നമ്മൾ പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂർവാചൽ കുന്നിൻ്റെ ചിത്രം. പത്കായിബും, നാഗ കുന്ന, മിസോ കുന്ന, മണിപ്പൂർ കുന്ന എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പൂർവാചൽ കുന്നിൽ പ്രധാനപ്പെട്ട കുന്നുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? പത്കായിബു, നാഗ കുന്ന അല്ലെ, നമുക്കറിയാം. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അരുണാചൽ പ്രദേശിൻ്റെ ആ ഒരു മിസോറാം അല്ലെ മേഘാലയ ആ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പത്കായിബു, നാഗ കുന്ന, മിസോ കുന്ന, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും എവിടെയാണ് കാണപ്പെടുന്നത്? പൂർവാചൽ കുന്നിലാണ് കാണപ്പെടുന്നത് അല്ലെ, ഏറ്റവും റൈറ്റ് സൈഡിലാണ് കാണപ്പെടുന്നത് അല്ലേ. ചിറാപൂഞ്ചി, മൗസിൻഡ്രം ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? പൂർവാചൽ കുന്നുകളിൻ്റെ ഭാഗത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ പഠിക്കണം. പത്കായിബു, നാഗകുന്ന, മിസോ കുന്ന, മണിപ്പൂർ കുന്ന ഇതൊക്കെ പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ട കുന്നുകളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇതെന്ന് പറയുന്നത് ചിറാപൂഞ്ചി, മൗസിൻഡ്രം. PYK ചോദിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എവിടെ? അത് ഇന്ത്യയിലാണ്, ചിറാപൂഞ്ചി, മൗസിൻഡ്രം. ഓക്കെ, നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ച പാലങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മേഘാലയയിലെ വേര് കൊണ്ടുള്ള പാലം അല്ലേ. നമ്മളിങ്ങനെ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അല്ലേ, എല്ലാവരും ഇങ്ങനെ പോയി ഇപ്പോൾ ഭയങ്കര ഒരു ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് അല്ലേ. വേര് കൊണ്ടാണ് ആ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കേബിൾ ലംചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം നമുക്ക് നോക്കാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലേക്കാണ്. അത് ലോക്തക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ മണിപ്പൂർ. കേബിൾ ലംചാവോ ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് കേബിൾ ലംചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് കേബിൾ ലംചാവോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നന്നായി എഴുതാം അല്ലേ. അതായത് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലം അല്ലേ, ആ ഒരു ഇതിൽ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്താണ് കേബിൾ ലംചാവോ എഴുതാനായിട്ട് സാധിക്കും അല്ലേ. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് കേബിൾ ലംചാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ഇടം കൂടിയാണിത്. ഓക്കെ, നമ്മളിവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇതുവരെയും ഉത്തരപർവ്വത മേഖല കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോർഷൻ നമ്മൾ അടുത്തടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മേഖലയിലെ തന്നെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും ശിവാലിക് മലയടി വാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യകാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യകാലാവസ്ഥ അനുഭവപ്പെടുന്നു. ശിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറ് മൺസൂൺ മഴ ലഭിക്കുന്നു. അപ്പം ശിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവ് അല്ലേ, അപ്പോൾ ഏകദേശം ശിവാലിക്കിൻ്റെ തൊട്ട് താഴെയായിട്ടും അതോടുകൂടി അതോടൊപ്പം എന്താണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലും. വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ എന്താണ് മുകളിലും റൈറ്റും ആ ഒരു പോർഷൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ. ഏറ്റവും മുകളിൽ അതായത് ജമ്മുവിൻ്റെ ആ ഒരു തൊട്ട് അരുണാചൽ അങ്ങനെ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് നീണ്ടു കിടക്കുന്ന പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ പറയുന്നത് എന്താണ്, കൂടുതലായിട്ട് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴയാണ് ലഭിക്കുന്നത്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഹിമാലയത്തിൻ്റെ അവിടെയൊക്കെ അല്ലേ പലയിടങ്ങളിലും എന്താണ് മഴക്കാലം ആകുമ്പോഴത്തേക്കും മഴ ലഭിച്ച് വെള്ളമുണ്ട്, അതോടൊപ്പം എന്താണ് വേനലാകുമ്പോഴത്തേക്കും മഞ്ഞുരുകിയുണ്ട് അല്ലേ. ആ ഒരു രണ്ട് ഇതും കാലാവസ്ഥ നമ്മൾ പറഞ്ഞിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നിനും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴുകുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പോയിന്റാണ് നദീവ്യവസ്ഥ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം അല്ലേ,
ഹിമാലയ നദികളാണല്ലേ ഏതെന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ ഈ 3 നദികളും അവയുടെ പോഷക നദികൾ അല്ലെ അവരുടെ പോഷക നദികളും കൂടെ ചേർന്ന് ഹിമാലയ നീരൊഴുക്ക് വ്യൂഹം എന്താണ് സൃഷ്ടിക്കുന്നു. മഴയിൽ നിന്നും മഞ്ഞുരുകിലും ജലം ലഭിക്കുന്ന ഈ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് അല്ലേ. അപ്പോൾ ഇത് 3 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ വേനൽക്കാലത്ത് വറ്റിപ്പോവോ ഇല്ല. അത് എന്താണ് വർഷം മുഴുവൻ അല്ല മഴക്കാലത്ത് മഴയിൽ നിന്ന് ലഭിക്കുന്നു, അതോടൊപ്പം വേനൽക്കാലത്ത് എന്നാൽ മഞ്ഞുരുകി കിട്ടുന്നു. അപ്പോൾ ഫുൾ ടൈം എന്താണ് അവിടെ ജലമുണ്ട്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറിയ ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വി രൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ അല്ലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇടുങ്ങിയ ആ ഒരു പ്രദേശത്താണ് ഗിരികന്ധരം സൃഷ്ടിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവിടെ വെള്ളച്ചാട്ടം കൊടുത്തിട്ട് നമുക്ക് നോക്കാം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നമുക്കറിയാം അല്ലേ, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്ന വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു വീരൂപ താഴ്വരും സൃഷ്ടിക്കുന്നുണ്ട്. അത് നോക്കാം. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു അല്ലേ. ചില സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അല്ലേ, നദി എന്നൊക്കെ പറയുമ്പോൾ നല്ല വീതി വരും അല്ലേ. അതോടൊപ്പം എന്താണ് ആ ഒരു ഇതിനനുസരിച്ച് ആഴവും കൂടി വരും. ഈ പ്രവർത്തനങ്ങളാൽ ചെരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരത്തിന് വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വി രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വെള്ളച്ചാട്ടവും വി രൂപ താഴ്വര ഇതൊക്കെ എന്താണ് ഭൂരൂപങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന പോയിന്റ്സ് ആയതുകൊണ്ടാണ് അല്ലേ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാവുന്നുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്ക് കണ്ടുപരിചയമുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, ഇവിടെ ഹിമാലയൻ നദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ നമ്മൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ അതിൻ്റെ പോഷക നദികളൊക്കെ ചേർന്ന് ഇന്ത്യയുടെ ആ ഒരു അല്ലേ നമ്മൾ പറഞ്ഞു വടക്ക് കിഴക്കൻ ഭാഗത്തോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വടക്ക് കിഴക്കൻ ഏരിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മാനസരോവര തടാകത്തിനടുത്ത് പൊഗർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. വടക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും അല്ലേ, വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങനെ. നമുക്കറിയാം സിന്ധു അല്ലേ ലെഫ്റ്റ് സൈഡിലാണല്ലോ അല്ലേ പാകിസ്ഥാൻ്റെ ആ ഒരു സൈഡിലൊക്കെ അല്ലേ സിന്ധു അല്ലേ. നമുക്കത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. എന്താണ് മാനസസരോവര തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദി. അപ്പോൾ സിന്ധു നദി അവിടെ ഉത്ഭവിക്കുന്ന മാനസസരോവര തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പോഷക നദികളും വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്കുകളും. അടുത്തതാണ് നമുക്കറിയാം ഗംഗ ഉത്ഭവിക്കുന്ന, നമ്മൾ പറഞ്ഞ ഗംഗോത്രി എന്നല്ലേ. ഗംഗോത്രി ഹിമാലയയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി. അപ്പം ഗംഗാനദിയുടെ ഉത്ഭവം പഠിക്കണം. ഗംഗോത്രി ഹിമാലയയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി. മാനസസരോവർ തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു. അത് പഠിക്കണം കേട്ടോ, ഉത്ഭവം എവിടെയെന്ന് ചോദിക്കും, PYQ-ആണ്. അപ്പം ഗംഗോത്രി ഹിമാലയയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘര, ഖണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികളെന്ന് പറയുന്നത്. അപ്പം ഗംഗയുടെ പോഷക നദികളാണ് ഏതെന്ന് പറഞ്ഞാൽ യമുന, ഘാഘര, ഖണ്ഡക്, കോസി. ഘാഘര, ഖണ്ഡക്, കോസി, യമുന എന്നൊക്കെ പറയുന്നത് എന്താണ് ഗംഗയുടെ പോഷക നദികളാണ്. PYQ-ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എവിടെയൊക്കെയാണ് വെള്ളം നൽകുന്നത് അല്ലെ ജലം അല്ലെ നദികൾ നൽകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയ പ്രദേശത്താണ്. അടുത്തതാണ് മാനസസരോവര തടാകത്തിനടുത്ത് ചെമേങ്താങ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര. സിന്ധു, ബ്രഹ്മപുത്ര മാനസസരോവർ തടാകത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ബൊഗർച്ചു ഹിമാലയയിൽ നിന്നാണെങ്കിൽ സിന്ധുവും, ചെമേങ്താങ് ഹിമാലയയിൽ നിന്നാണെങ്കിൽ അത് ബ്രഹ്മപുത്രയാണ്. ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി പഠിക്കാം. മാനസസരോവര തടാകത്തിനടുത്ത് ചെമേങ്താങ് ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത, മാനസ. PYQ-ആണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ചോദിച്ചിട്ടുണ്ട്. ദിബാങ്, ലോഹിത, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയ അല്ലേ റൈറ്റ് സൈഡിൽ ഈ ഒരു പോർഷനിലേക്ക് ജലം നൽകുന്നത്. ഓക്കെ, കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പം നമ്മൾ മൂന്നിടത്തെയാണ് നമ്മൾ പറഞ്ഞല്ലേ. ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറിന് മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയമാണ് അവിടുത്തെ നദീവ്യൂഹത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടെ പറയാം. മാനസസരോവർ തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി അതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഗംഗോത്രി ഹിമാലയയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘര, ഖണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ. മാനസസരോവര തടാകത്തിനടുത്ത് ചെമേങ്താങ് ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത, മാനസ മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഓക്കെ, ഇത് PYQ-ആണ്. PYQ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു.
അടുത്ത് നമ്മളിനി അവിടുത്തെ മണ്ണിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് അല്ലേ. അതൊരു പർവ്വത പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പർവ്വത മണ്ണുണ്ട് അല്ലേ, വനം ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു രണ്ട് രീതിയിലുള്ള മണ്ണ് നമുക്ക് കണക്ട് ചെയ്യാം. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. താഴ്വരകളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. താഴ്വരയിലൊക്കെ എന്താണ്, തരിതരിയായിട്ടുള്ള മണ്ണും അതോടൊപ്പം ജൈവാംശം കൂടുതലുള്ള മണ്ണുമാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചെരുവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണുന്നത്. ഇനി ഉയർന്ന ചെരുവിൽ, താഴ്വരയിൽ എന്താണ്, അവിടെ കുട്ടി കുട്ടി അല്ലെ തരികളായിട്ടുള്ളതും ജൈവാംശമുണ്ട്. ഇനി ചെരുവുകളിലോട്ട് പോകുമ്പോൾ എന്താണ്, വലിയ തരികളാണ് അല്ലേ, ഇച്ചിരി കല്ലൊക്കെ പോലെ ആ ഒരു രീതിയിലോട്ട് വരും. പിന്നെ എന്താണ്, ജൈവാംശം അവിടെ കുറവാണ്. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ജൈവാംശം കൂടുതലുള്ള മണ്ണാണെന്നല്ലേ. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന് പറയുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ കരേവാസ്. നേരത്തെ മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് ഇതെന്ന് പറയുന്നത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. പി വൈക്കാട് ചോദിച്ചിട്ടുണ്ട്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവാ സോയിൽ കേട്ടോ. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവാ സോയിൽ. പി വൈക്കാണ് ഇമ്പോർട്ടൻ്റ് ആണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവ സോയിൽ. ഓക്കെ. അടുത്താണ് അവിടുത്തെ സസ്യജാലങ്ങൾ. നമ്മൾ മണ്ണ് പറഞ്ഞല്ലേ, പർവ്വത മണ്ണും വനമണ്ണും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ താഴ്വരയിൽ ജൈവാംശം കൂടിയതും ഇനി എന്താ, ചെരുവുകളിലേക്ക് വരുമ്പോൾ ജൈവാംശം കുറഞ്ഞ മണ്ണാണെന്ന് പറഞ്ഞു. ഓക്കെ. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ന് പറഞ്ഞാൽ കരേവ സോയിൽ. ഓക്കെ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്താണ്, കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്, ഉഷ്ണമേഖല നിത്യഹരിത വനം അല്ലേ. നിത്യം അവിടെ എന്താണ്, നല്ല പച്ചപ്പായിരിക്കും അല്ലേ, നിത്യഹരിത വനങ്ങളാണ്. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. അർദ്ധനിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ല, ചില സമയത്ത് അല്ല, അർദ്ധം അല്ലെ, പകുതി, കുറച്ച് സമയത്ത് മാത്രം ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ അർദ്ധ മിതോഷ്ണങ്ങൾ കാണാനായിട്ട് സാധിക്കും. മിതോഷ്ണ വനങ്ങൾ കാണാനായിട്ട് സാധിക്കും. പൈന്, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് വളരുന്നു. ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിമാലയത്തിൽ എന്താണ് സ്തൂപികാഗ്ര അല്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിൽക്കും നല്ല ഹൈറ്റിൽ. പ്രദേശത്തെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, ഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ഇവിടുത്തെ വന്യജീവി സമ്പത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സസ്യജാലങ്ങൾ പറഞ്ഞു അല്ലേ. അടുത്ത നമ്മൾ വന്യജീവി സമ്പത്ത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗ്ഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രം കൂടിയാണിത്. ജൈവമണ്ഡല റിസർവുകൾ, അതായത് ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ പടിഞ്ഞാറൻ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഡച്ച് ഗ്രാമം എവിടെയെന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്. പി വൈക്കാണ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് അല്ലേ, നമുക്കറിയാം ജിം കോർബറ്റ് അല്ലേ, ഉത്തരാഖണ്ഡ്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പടിഞ്ഞാറ് ഹിമാലയത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഉത്തരാഖണ്ഡിൽ തന്നെയാണല്ലേ. എവിടേക്കാണ് ഒന്നും കൂടെ പറയാം, ഡച്ച് ഗ്രാമം, ജമ്മു കാശ്മീർ, ഹെമിസ്, ലഡാക്ക്. ബാക്കി 3 പൂക്കളുടെ താഴ്വര, കോർബറ്റ് അഥവാ ജിം കോർബറ്റ്, പിന്നെ ഏതാണ് രാജാജി ദേശീയോദ്യാനം. ഇത് 3 എവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ്. നമ്മൾ കിഴക്കൻ ഹിമാലയമാണ് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോക്സ്. അന്ന് കോർബറ്റ് ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. കാഞ്ചൻജംഗ സിക്കിം ഇത് ചോദിച്ചിട്ടുണ്ട്. ദിബ്രു സൈഖോവ അസാം, കാസിരംഗ ചോദിച്ചിട്ടുണ്ട് അസാം, മാനസ് ചോദിച്ചിട്ടുണ്ട് അസാം, കേബിൾ ലംചാവ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ മണിപ്പൂർ മേഖലയിലാണ് അല്ലേ, കേബിൾ ലംചാവ്. ഇതൊക്കെയാണ് കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ദേശീയോദ്യാനങ്ങൾ. കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈഖോവ, കാസിരംഗ ആസാം, മാനസ് ആസാം, കേബിൾ ലംചാവ് മണിപ്പൂർ. ഓക്കെ, അത് പഠിക്കുക. ഇനി നമ്മൾ അവിടുത്തെ കൃഷിനെ പറ്റിയാണ് പറയുന്നത്. ഇതെല്ലാം ഹിമാലയത്തിൻ്റെ ആ ഒരു പോർഷനിലുള്ള കേട്ടോ പറയുന്നത്. നമ്മളിങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചെരിവ്, പാകമാകാത്ത മണ്ണ്,
കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വത ചെരുവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വരകളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായി ഉള്ളത്. ഇപ്പോൾ ഈ വായിക്കുവാണ്. അസം മേഖലയിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, അസം മേഖലയിലൊക്കെ എന്താണ് തേയിലയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അല്ലേ. അവിടെ എന്താണ് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട്. ഓക്കെ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷികൾ പിന്തുടരുന്നുണ്ട് അല്ലേ. അവരിപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, അവർ മാറി മാറി താമസിച്ച് ഓരോരോ രീതികളിലും അതുപോലെ തന്നെ എന്താണ് ഇവിടെ വടക്ക് കിഴക്കൻ മേഖലയിൽ എന്താണ് അവർ കൃഷിയിലും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് നാൾ കൃഷി ചെയ്യും, തന്നെ അവരവിടെ നിന്ന് മാറും അല്ലെ. അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സീസൺ കഴിയുമ്പോൾ അവരവിടെ നിന്ന് പോകും, അടുത്ത സ്ഥലത്ത് പോകും, വീണ്ടും കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നമ്മൾ ആ ഗോത്രജനതയുടെ സ്ഥാനമാറ്റ കൃഷിക്കാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഹിമാലയത്തിൽ ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഹിമാലയത്തിലെ തട്ട് കൃഷി നമ്മൾ പറഞ്ഞാൽ തട്ടായിട്ടുള്ള കൃഷി രീതി അല്ലെ, തേയില അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അടുത്താണ് മൃഗപരിപാലനം. നമ്മൾ പറഞ്ഞാൽ ആടിനെയൊക്കെ മേയ്ക്കാൻ വരും അല്ലേ, അതും എന്താണ് ഷിഫ്റ്റിംഗ് ആയിട്ടാണ്. മഞ്ഞ് വരുമ്പോൾ അവർ പോവും അങ്ങനെയൊക്കെ. ഓക്കെ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗ്ഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വതഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയിലാണ് ഹിമാചല, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളും മൃഗപരിപാലനം തുടർന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി ചോദിക്കുമെന്ന് നമുക്കറിയില്ല, കാരണം SCERT തന്നിരിക്കുന്ന ഫാക്റ്റ് എല്ലാം അല്ല ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തിനാണ് ഗുജ്ജർ എന്ന് പറയുന്നത്. ഓക്കെ. മൃഗപരിപാലനത്തിന് പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാനായിട്ട് പറഞ്ഞിരിക്കും. ഇനി നമ്മളവിടുത്തെ ടൂറിസത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. നമ്മളവിടുത്തെ ഓരോരോ ഓരോ വിഭാഗങ്ങൾ എടുത്താണ് നമ്മൾ പറയുന്നത് അല്ലേ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആയതുകൊണ്ടാണ് എല്ലാ SCERT ഇങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അടുത്താണ് ടൂറിസം. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികാസത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നമുക്കറിയാലേ കൈലാസമൊക്കെ അല്ലേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രം അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു ഡാർജിലിംഗ്, ഷില്ലോങ്, കുളു മണാലി അല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികാസത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ്റ്റ് സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗും പിന്നെ ആരാ നോർഗെയും എഡ്മണ്ട് ഹിലാരിയും ചേർന്നാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഓക്കെ. അത് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 1953 മെയ് 29-ന് മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും ചേർന്ന് എന്താണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. ഓക്കെ. ആ പോയിന്റ് പഠിക്കണം. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. ഓക്കെ. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. ടെൻസിംഗ് നോർഗെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അപ്പം അതിൽ നിന്ന് എടുത്തൊരു വാക്യമാണ്. അതായത് അദ്ദേഹം പറഞ്ഞാണ് എന്തെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ ടെൻസിംഗ് നോർഗെ. ഓക്കെ. നമ്മുടെ ചാപ്റ്റർ ഏറെക്കുറെ തീർന്നു. ഹിമാലയ പർവ്വതം ഒരു പ്രതിബന്ധമല്ല, പകരം പുറംലോകത്തിലേക്ക് തുറന്നിട്ട കവാടമാണ്. പുതിയ അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും അനുരൂപീകരണത്തിൻ്റെയും പാതകളിലേക്ക് തുറന്നിട്ട വാതിലുകളാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ ഹിമാലയവും അവിടുത്തെ കൃഷിയും അവിടുത്തെ അവിടെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞാൽ. അവിടുത്തെ മണ്ണ്, അവിടുത്തെ ടൂറിസം മേഖല അല്ലേ, അവിടുത്തെ കാലാവസ്ഥ, പിന്നെ സസ്യജാലങ്ങൾ, അതോടൊപ്പം മൃഗങ്ങൾ, വനപരം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റിൽ
ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഹിമാലയ പർവ്വതം അല്ലേ, നമ്മൾ പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവയൊക്കെയായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിനകത്ത് അല്ലേ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, കാരണം കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അല്ലേ നമ്മളിപ്പോൾ ഉത്തരപർവ്വത മേഖല മാത്രമാണ് ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് താഴേക്കല്ല 4 പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം അല്ലേ, ഇനി നമുക്ക് പഠിക്കാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം അടുത്തടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്